ഓ, ഈ പിള്ളേരുടെ ഒരു കാര്യം വന്ന് വന്ന് രണ്ടെണ്ണത്തിനും തീരെ നാണമാനം ഇല്ലാതായിട്ടുണ്ട്. ആ, അത് നീ പറഞ്ഞത് ശരിയാ. എന്താ രണ്ടുപേരും ഭയങ്കര ഡിസ്കസ് ആന്ന് തോന്നല്ലോ. ദേ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ മേഘ. ഇവിടെ റൂമൊന്നും ഇല്ലാഞ്ഞിട്ടാണോടി രണ്ടും കൂടെ ഇന്നലെ ലിവ് ഹാളിൽ കടന്ന്. ഓ എന്റെ മമ്മി, പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്ക്. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണല്ലോ. ഓ ദേ പെണ്ണെ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പോവാ നോക്ക്. ആ, അല്ല തന്നെ ഞാൻ ഓഫീസിലോട്ട്, അത് പറയാനാ വന്നത്. മോളെ, നീ കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല മമ്മി, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ ശരി, പോയിട്ട് വാ മോളെ. എക്സ്ക്യൂസ് മീ. യെസ് മാഡം, എന്താ വേണ്ടത്? ഞാൻ ഇന്നലെ ഇവിടെ വന്നായിരുന്നു. എനിക്ക് ഗൗതമിനെ ഒന്ന് കാണണമായിരുന്നു. ഗൗതം സാർ ഇവിടെ ഇല്ലല്ലോ മാം. ഗൗതം സാർ ഗസ്റ്റ് ഹൗസില്ല. പ്ലീസ് ഒന്ന് വിളിച്ചു ചോദിക്കോ, എനിക്കിത് കണ്ടേ പറ്റൂ, അത്യാവശ്യം ആയതുകൊണ്ടാ. മാഡം വെയിറ്റ് ചെയ്യ്, ഞാൻ സാറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയാം. ഓക്കെ മാം, സാറിന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് ചെന്നു, സാർ അവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്ത് വേണം? എനിക്ക് എന്താ വേണ്ടതെന്ന് എത്രയോ വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഗാഥ. നിന്റെ കൂടെ ഒരു രാത്രി, അത് മതി എനിക്ക്. ഗൗതം ഉള്ളിടത്തോളം കാലം നിനക്കെന്നല്ല വേറെ ആർക്കും എന്റെ ദേഹത്ത് തൊടാൻ പോലും പറ്റില്ല. നീ ഒരുപാട് അങ്ങ് ഓവർ സ്മാർട്ട് ആവില്ല മോളെ. എത്രയ്ക്കായാലും ഗൗതം ഉപേക്ഷിച്ച വേസ്റ്റാ നീ, അത് മറക്കണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ, ഇല്ല എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഇപ്പൊ ഞാൻ പോവാ, ബട്ട് ഒരു ദിവസം നീ എന്റെ കൂടെ തന്നെ ആയിരിക്കും, ഓർത്തു വെച്ചു. എന്താ ഇത്, ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുന്നല്ലോ. ഇനി ഡേറ്റ് ആവാറായോ? എന്താടാ, എന്ത് പറ്റി? ചേച്ചി, എനിക്ക് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുന്നു. ഡേറ്റ് ആയെന്നാ തോന്നുന്നേ. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവിടെ അധികം ജോലിയൊന്നും ഇല്ലല്ലോ, നീ വീട്ടിലോട്ട് ചെല്ല്. അല്ല ചേച്ചി, കുഴപ്പമില്ല, നീ ചെല്ല്, ഞാൻ നമ്മുടെ ഡ്രൈവറിനോട് പറയാം. ഹായ് ഗൗതം. ഗൗതമിന് എന്നെ മനസ്സിലായോ? ഐ ആം ജീന, ഞാൻ ഡോക്ടർ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളല്ലേ എന്ന് ഗാഥയെ നോക്കിയത്. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഞാനിപ്പോ വന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് ഗൗതമിനോട് പറയാനാ. ആ ചെയ്ത തെറ്റിന്റെ ഭാരം കാരണം എനിക്കിപ്പം നല്ലൊരു ജീവിതം പോലും ഇല്ല. അത്ര വലിയ തെറ്റാ ഞാൻ തന്നോടും ഗാഥയോടും ചെയ്തത്. എന്ത്? നിങ്ങൾ എന്തിനെ കുറിച്ച് പറയുന്നേ? അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ തന്നോട് പറയാം. നോക്കു ദിത്യ, നമ്മൾ തമ്മിൽ ഇത് പലവട്ടം സംസാരിച്ചതാ. ഗൗതമിന്റെ ജീവിതത്തിൽ മനസ്സിലും എനിക്ക് മാത്രം സ്ഥാനമുള്ളൂ, അത് നിനക്കും അറിയാന്നേയല്ലേ. നീ ഒറ്റടുത്തി കാരണോ എന്റെ ഗൗതമിന് എന്നെ ഇഷ്ടമില്ലാതായത്. നീ ഞങ്ങൾക്കിടെ വന്നേ പിന്നെ നീ എന്ത് തോന്നിയാസൊക്കെ വിളിച്ചു പറഞ്ഞത് വല്ല ബോധമുണ്ടോ നിനക്ക്? ഞാനും ഗൗതം ജനിച്ചപ്പോ തൊട്ട് ഒന്നിച്ച, അത് നീ മറക്കണ്ട. ഞങ്ങൾക്കിടയിലേക്ക് കയറി വരാൻ ശ്രമിക്കുന്നത് മൊത്തം നീയാ. എന്തായാലും എന്റെ ഗൗതമനെ ഞാൻ നിനക്കൊരിക്കലും വിട്ടു തരില്ലടി, അവൻ എന്റേതാ. കൈയും കാലും കാണിച്ച് അവനെ വളച്ചെടുത്തതും പോരാഞ്ഞിട്ട് കൈയും കാലും മാത്രമല്ലടി, പലതും അവൻ എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവന്റെ കുഞ്ഞിപ്പൊ എന്റെ വയറ്റിൽ കിടക്കുന്നേ. എടി, നീ അധികം ചാടണ്ട. ഈ കുഞ്ഞ് പുറം ലോകം കാണില്ല, അതിന് വേണ്ടത് എന്താന്ന് എനിക്കറിയാം. നിക്കടി. അമ്മേ, അയ്യോ. നീ എന്താ നിത്യയെ കാണിച്ചത്? വാ, നമ്മെക്കൊള്ളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഗാഥയ്ക്ക് ഇപ്പൊ എങ്ങനുണ്ട്? ഏയ്, ദൈവഭാഗ്യം കൊണ്ട് പേടിക്കാനൊന്നുമില്ല. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ടീന, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യില്ലേ? എന്താടി? ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നീ എന്തൊക്കെയാ നിത്യ പറയുന്നേ? പ്ലീസ് ടീന, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തു തരണം. ആ കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് എന്റെ ഗൗതത്തിനെ പിന്നെ ഒരിക്കലും കിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച ലൈഫും എനിക്ക് കിട്ടില്ല. നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, പ്ലീസ്. പിന്നീട് അങ്ങോട്ട് നടന്നതൊക്കെ നിത്യയുടെയും വരുണിന്റെയും ജയിന്റെയും പ്ലാൻ ആയിരുന്നു. താനതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. ഗാഥ, എങ്ങനാടി നിനക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ തോന്നിയത്? ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടർ അല്ലേ? സോറി ഗൗതം, എന്നോട് നീ ക്ഷമിക്ക്. എന്റെ മുന്നിൽ നിന്ന് പൊക്കോണം. ഇനി നിന്നെ കണ്ടുപോരുത് എന്റെ മുന്നില്. കണ്ടാൽ ഈ ഗൗതമിന്റെ മറ്റൊരു മുഖം നീ അറിയും.
എനിക്കെന്റെ ഗാഥനെ ഇപ്പൊ കാണണം. ഗൗതം, എന്താ? എന്തിനാ നീ ഓടിപ്പിളച്ചു വരുന്നത്? എന്തു പറ്റി? മേഘേച്ചി, ഗാഥ അവൾ എന്തേ? ആ, അവൾക്ക് നല്ല വയറുവേദന. ഞാനതുകൊണ്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഡാ, എന്താ? ഗൗതം, നീ ഇത് നേരത്തെ? ഗൗതം, ഈ ചെറുക്കന് എന്താ പറ്റിയേ? ഗാഥ, നിനക്ക് എന്തിന്റെ വിഷമവാ? വിട്ടേ എന്നെ. ഐ എം റിയലി സോറി. ഞാനൊന്നും അറിഞ്ഞില്ല. നമ്മുടെ കുഞ്ഞ്. വിട്ടേ എന്നെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കുക ഗാഥ. എന്റെ സത്യസന്ധത മനസ്സിലാക്കാൻ നിനക്ക് ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു അല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. മര്യാദയ്ക്ക് എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. ഗാഥ പ്ലീസ്, അങ്ങനെ പറയില്ലേ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഇത്രയും വർഷം നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് നിനക്ക് അറിയത്തില്ല. കേട്ടെടുത്തോളം മതി. എനിക്ക് മതിയായി. ഇനി ഒരിക്കൽ കൂടി എനിക്ക് വഞ്ചിക്കപ്പെടാൻ കഴിയില്ല. ഈ ഗൗതയുടെ ലൈഫിൽ ഇങ്ങനെ നീ ഒരിക്കലും ഉണ്ടാവില്ല ഗൗതം. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. എനിക്ക് നിന്നെ കാണണ്ട. എനിക്കറിയാം എന്റെ ഭാഗത്ത് തെറ്റെന്ന്. അന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ വിട്ടുകളയാൻ കഴിയില്ല. അന്ന് നീ എന്താ പറഞ്ഞത്? നമ്മുടെ കുഞ്ഞിനെ ഞാൻ അറിഞ്ഞോണ്ട് കൊന്നയാണെന്ന് അല്ലേ? നിനക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഗൗതം. എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് എല്ലാം ക്ഷമിച്ച് ജീവിക്കാൻ വേണ്ടി അത്ര വിശാല മാനസികതയൊന്നും എനിക്കില്ല. എന്നെ വിട്ടേക്ക് എന്റെ വഴിക്ക്. മോളെ, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടാലും ഒന്നും നടക്കത്തില്ല. എനിക്ക് ഒരുപാട് വർക്കുണ്ട്. അതുകൊണ്ട് സമയം കളാതെ എന്റെ മോള് ചെന്ന് ഉറങ്ങാൻ നോക്കൂ. ഓ, പിന്നെ ഞാൻ നിന്നോട് നിൽക്കുന്നേ. ഞാൻ പോയി കിടക്കുവോ? എന്തിനിപ്പോ വന്നത്? ഒരുപാട് ബിസിയാണെന്നല്ലേ പറഞ്ഞേ? അല്ല, എന്റെ വൈഫ് എന്നിൽ നിന്ന് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ കിടക്കുന്നേ. അപ്പൊ ഒന്നും നടന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവില്ലേ? എന്തിനാണ് നീ ഇങ്ങനെ കുടിക്കുന്നത്? ഗൗതമിനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവനെ എനിക്ക് വേണം. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിത്യ, നീ വിഷമിക്കാതെ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. നിനക്ക് നിന്റെ ഗൗതമിനെയും എനിക്ക് എന്റെ ഗാഥയും കിട്ടും. I need you. ഗാഥ, നിങ്ങൾ വന്നോ? വാ, ഇരിക്ക്. സുഖമാണോ മാലി? ആ, സുഖ ചേച്ചി. അല്ല, എന്താ ഗീത നീയൊന്നും മിണ്ടാത്തെ?
അല്ല, നിങ്ങൾ സംസാരിക്കുമല്ലേ, അതിനിടയിൽ കയറി ഞാനെന്ത് മിണ്ടാനാ? ഓ, ഇപ്പോഴും നിനക്ക് അതിനോട് പഴയ ദേഷ്യം ഉണ്ടല്ലേ? അതൊക്കെ അങ്ങ് മറന്നു കളാ. നമ്മളൊക്കെ ബന്ധുക്കളല്ലേ? ഓ, അങ്ങനെ പെട്ടെന്ന് മറക്കാൻ എനിക്ക് കഴിയില്ല. ഗീതേ, നീ മിണ്ടാതിരിക്ക്. വരുന്ന വഴിക്ക് ഞങ്ങള് കുട്ടികളുടെ ജാതകം ഒന്ന് നോക്കി. 10-8 പൊരുത്തമുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു ഡേറ്റ് കുറിച്ച് മക്കളുടെ വിവാഹം അങ്ങ് നടത്തണം. ആരുടെ വിവാഹത്തെ കുറിച്ചാ നിങ്ങൾ സംസാരിക്കുന്നത്? മോനെ ഗൗതം, വരുണിന് ഗാദിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. ആ കാര്യമാ ചേച്ചി പറഞ്ഞത്. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? പറയടി, നിനക്ക് ഇവനെ കെട്ടണോ? ഗൗതം പ്ലീസ്, നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ആദ്യം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. നിനക്ക് ഇവനെ വിവാഹം കഴിക്കണോന്ന് പറയടി. ഞാൻ കെട്ടിയ താലിയും കടുത്തിട്ടുകൊണ്ട് നിനക്ക് ഇവനെ കെട്ടണോന്ന്. ഗൗതം, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? സത്യവാ, ഇവളെ എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ.